പലപ്പോഴും പല ആൾക്കാരും ഒരു ടെൻഷൻ, അയ്യോ സ്കൂൾ തുറക്കാൻ പോകുന്നത്, ഇത്ര രൂപ ഫീസ് ഉണ്ട്, മറ്റേ ബാഗ് വാങ്ങിക്കണം, ഇത് ഇത്ര കൊടുക്കണം. പക്ഷേ നമുക്കിതെന്താണ്, എല്ലാ കൊല്ലവും സ്കൂൾ അടയ്ക്കേണ്ട, എല്ലാ കൊല്ലവും സ്കൂൾ തുറക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നമുക്കൊരു SIP ചെയ്ത് വെക്കാം. എല്ലാ മാസവും ഒരു 1000 രൂപ നിശ്ചിത എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് SIP എടുത്തു പോകാൻ പറ്റും. നമുക്ക് 5-ാം തീയതി വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ 10-ാം തീയതി വെക്കാം. നമുക്ക് സാലറി കിട്ടുന്നത് അത് ഇത്ര എമൗണ്ട് ഒന്നുമില്ല. 500 രൂപ SIP സ്റ്റാർട്ട് ചെയ്യും. വാറൻ ബഫറ്റ് പറഞ്ഞൊരു കാര്യം ഒഴിവാക്കിയിട്ട് ഇതിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, 60 വയസ്സിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ വെൽത്തിൻ്റെ 70% ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഉണ്ടാക്കിയിട്ടുള്ളത് സിംപ്ലി ഇൻവെസ്റ്റ്മെൻ്റ് എന്നാണ്. പുള്ളി ഒരു ഇൻട്രാഡേ ട്രേഡർ ആയിട്ടേ ഇല്ല. പുള്ളി രാവിലെ കോളും പുട്ടും വാങ്ങിക്കാനൊന്നും പുള്ളി പോയിട്ടില്ല. ഇൻക്ലൂഡിങ് രജിസ്ട്രേഷൻ 35 ലക്ഷം രൂപ ആയി നോക്കുക. ഈ സ്ഥലത്തിൻ്റെ വാല്യൂ 36 ആയാലും 1 ലക്ഷം രൂപ എനിക്കവിടെ പ്രോഫിറ്റ് കിട്ടുള്ളൂ. അറ്റ് ദ സെയിം ടൈം ഈ 30 ലക്ഷത്തിനെ കൊണ്ടുപോയിട്ട് SWP ഇട്ട് കഴിഞ്ഞാൽ, ലെറ്റ്സ് സേ ഒരു 5000 രൂപ അതിനകത്ത് നിന്ന് വിഡ്രോവൽ കൊടുത്തിട്ട് ഒരു SIP കൂടി ഇട്ട് കഴിഞ്ഞാൽ 10 വർഷം കൊണ്ട് പൈസ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഈ പറഞ്ഞ മാതിരി തന്നെ ഇപ്പം നമ്മളിപ്പോൾ ഒരു ഗോൾ ഉണ്ടാവുമെന്ന് ചോദിക്കുക. അപ്പം നമ്മൾ ആദ്യം എന്താ നോക്കുന്നത്, നമുക്ക് ഞാൻ എപ്പോഴും പറയാൻ തന്നെ കടം എടുത്തിട്ടോ ഗോൾഡ് കൊണ്ട് പ്ലാനായി വെച്ചിട്ടോ ഇതിൽ എത്താൻ പാടില്ല. ആദ്യം നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ നമുക്ക് ഫിനാൻഷ്യലി ഇത് ലിറ്ററസി ഇപ്പോൾ ഉപയോഗിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് പറഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് നമുക്കൊരു എമർജൻസി ഫണ്ട് നമ്മൾ കീപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു മാസം ഇപ്പോൾ ഒരു 40 രൂപ അല്ലെങ്കിൽ 50 രൂപ 30 രൂപ വരുമാനം ഉണ്ടെന്ന് വയ്ക്കുക. ഒരു 3 മാസത്തേക്കുള്ള പൈസ ഞാൻ എവിടെയെങ്കിലും അത് നിങ്ങൾ എവിടെയെങ്കിലും ലിക്വിഡായിട്ട് നിങ്ങൾക്ക് SBI അക്കൗണ്ടിൽ ഇട്ട് വയ്ക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ട്സിൽ ഇട്ട് വയ്ക്കാം, കുഴപ്പമില്ല. 3 മാസത്തെ പൈസ നമ്മൾ തുടരുത്. കാരണം മേ ബി ജോബ് ലോസ് വരാം, അല്ലെങ്കിൽ വേറെ ബിസിനസ്സിൽ വല്ല പ്രശ്നങ്ങൾ വരാം. അതിനുശേഷം നമ്മൾ ആദ്യം വേണ്ട ഒരു ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു ഹെൽത്ത് ഇൻഷുറൻസ്, അത് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. അറിയാൻ പറ്റുമല്ലോ, 2 ദിവസം കിടന്നാൽ 10,000 രൂപ ബില്ല് വരും. സോ ഓൾമോസ്റ്റ് ഏതെങ്കിലും നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് ഫാമിലി നമ്മൾ വെച്ചാൽ ഓരോ കൊല്ലം അത് കൂട്ടിക്കൊണ്ടിരിക്കുക. ഹെൽത്ത് ഇൻഷുറൻസ് വേണമെങ്കിൽ 2 ലക്ഷം എടുത്തു, അത് അടുത്ത കൊല്ലം 3 ലക്ഷമൊക്കെ 4 ലക്ഷമൊക്കെ കഴിഞ്ഞാൽ, കാരണം മെഡിക്കൽ എക്സ്പെൻസ് അത്രയും കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാം. പിന്നെ ഒന്നുമല്ല, അപ്പോൾ സ്കൂൾ അടച്ച സമയമാണ്. പലപ്പോഴും പല ആൾക്കാരും ഒരു ടെൻഷൻ, അയ്യോ സ്കൂൾ തുറക്കാൻ പോകുന്നത്, ഇത്ര രൂപ ഫീസ് ഉണ്ട്, മറ്റേ ബാഗ് വാങ്ങിക്കണം, ഇത് ഇത്ര കൊടുക്കണം. പക്ഷേ നമുക്കിതെന്താണ്, എല്ലാ കൊല്ലവും സ്കൂൾ അടയ്ക്കേണ്ട, എല്ലാ കൊല്ലവും സ്കൂൾ തുറക്കുന്നുണ്ട്, ശരിയല്ലേ? നമുക്കറിയാം അടുത്ത കൊല്ലം സ്കൂൾ. അപ്പോൾ എന്താണ്, അടുത്ത 2000 ഇതിൽ നമുക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോഴത്തെ നമുക്കൊരു SIP ചെയ്ത് വെക്കാം. എല്ലാ മാസവും ഒരു 1000 രൂപ നിശ്ചിത എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് SIP എടുത്തു പോകാൻ പറ്റും. നമുക്ക് 5-ാം തീയതി വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ 10-ാം തീയതി വെക്കാം. നമുക്ക് സാലറി കിട്ടുന്നത് അത് ഇത്ര എമൗണ്ട് ഒന്നുമില്ല. 500 രൂപ SIP സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളൊരു മിനിമം ഉപയോഗിച്ച് നേരത്തെ ഒരു എന്താ പറയുക, ഈ പറഞ്ഞ തന്നെ അനാവശ്യം. ഞാൻ എപ്പോഴും പറയാച്ചാൽ നമ്മൾ എത്ര മന്തി അയച്ച് പൈസ കളയേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒരു 10% മതി. എത്ര പാർട്ടിക്ക് പോയിട്ട് വീക്കെൻഡിൽ പൈസ, ഞാൻ എപ്പം പറയുന്നത് അതാണ് വെച്ചാൽ അതിനൊരു ഇത് നിങ്ങൾ വന്ന് മാറ്റി വയ്ക്കട്ടെ. പിന്നെ ഇതിൽ വുമൻസിനെ കൂടി ഞാൻ എപ്പോഴും പറയാം വെച്ചാൽ, ഇപ്പോൾ ഹസ്ബൻഡ് വന്നിട്ട് ജോലിക്ക് പോയി, പിള്ളേർ സ്കൂളിൽ പോയി, അവർ വീട്ടിൽ വെറുതെ ഇരിക്കുക, ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റും. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഷെയർ വാങ്ങിച്ച് വെച്ച് അവർ പഠിക്കട്ടെ. ഒന്നുമില്ല, ഇപ്പോൾ ഞാൻ എറണാകുളത്ത് ഇരിക്കുന്നു, എനിക്ക് ഏകദേശം വെച്ചാൽ ഒരു 10,000 രൂപ വീടിന് വാടക കൊടുക്കണം, അല്ലെങ്കിൽ വേറെ എക്സ്പെൻസ് ഉണ്ട്. അതൊന്നൊരു സെക്കൻഡ് ഇൻകം നമുക്ക് ഇതൊന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ വൈസ് പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും ഹൈലൈറ്റ് ചെയ്യുന്നത് ട്രേഡിംഗ് എന്നാണ്. പക്ഷേ അതല്ല, ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചാൽ അത് വളരെ നമുക്ക് പല ഒരു ഗോളുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ സ്കൂളിൻ്റെ ഗോൾ പറഞ്ഞു, ചിലപ്പോൾ ഒരു കല്യാണമായിരിക്കാം. എനിക്കൊരു 1 കൊല്ലം വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 2 കൊല്ലം വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഓരോ ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റും. അവിടെ നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ ലോസ് ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് വാറൻ ബഫറ്റ് പറഞ്ഞൊരു കാര്യം ഒഴിവാക്കിയിട്ട് ഇതിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ വെൽത്തിൻ്റെ 70% ഉണ്ടാക്കിയിട്ടുള്ളത് ആഫ്റ്റർ 16th ആണ്. 60 വയസ്സിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ വെൽത്തിൻ്റെ 70% ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഉണ്ടാക്കിയിട്ടുള്ളത് സിംപ്ലി ഇൻവെസ്റ്റ്മെൻ്റ് എന്നാണ്. പുള്ളി ഒരു ഇൻട്രാഡേ ട്രേഡർ ആയിട്ടേ ഇല്ല. പുള്ളി രാവിലെ കോളും പുട്ടും വാങ്ങിക്കാനൊന്നും പുള്ളി പോയിട്ടില്ല. പുള്ളി ഇൻവെസ്റ്ററാണ്. സോ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരാം. ഏറ്റവും സേഫസ്റ്റ് വേ ആണ് നമുക്ക്. ഇപ്പം പിന്നെ എന്നോട് ചോദിക്കുകയാണ്, ഒരു ലാൻഡ് വാങ്ങിക്കുകയാണോ അതോ ഒരു SWP ചെയ്യുകയാണോ എന്ന് ചോദിച്ചാൽ, ഞാൻ ഡെഫിനറ്റ്ലി പറയും SWP ചെയ്യുകയാണെന്നുള്ളത്. സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ഇപ്പം എല്ലാവർക്കും അറിയാൻ പറ്റും. ഒരു ജസ്റ്റ് യൂട്യൂബ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. സോ ഒരു ലാൻഡ് വാങ്ങിക്കാനായിട്ട് ലെറ്റ്സ് സേ ഞാനൊരു 10-30 ലക്ഷം രൂപ മുടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എനിക്ക് അതിനകത്ത് നിന്ന് കിട്ടാൻ പോകുന്ന അപ്രീസിയേഷൻ? അറ്റ് ദ സെയിം ടൈം ഈ കിട്ടുന്ന അപ്രീസിയേഷന് ഞാൻ എന്തുകൂടെ ചെയ്യേണ്ടതുണ്ട്? ഞാനത് വിറ്റതിന് ശേഷം ടാക്സ് കൂടി കൊടുക്കണം. ഇതിൻ്റെ രജിസ്ട്രേഷൻ പർപ്പസ് ചാർജ് കാര്യങ്ങളെല്ലാം ഞാൻ കൊടുക്കണം, അല്ലേ? അതെ. സോ ഇപ്പം ഞാൻ 30 ലക്ഷം രൂപയ്ക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതൊരു മെയിൻ റോഡിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ, ആ റോഡ് എന്ത് റോഡാണെന്നനുസരിച്ചാണ് അവിടെ ടാക്സ് വരുന്നത്, പിന്നെ രജിസ്ട്രേഷൻ ചാർജ് വരുന്നത്. സോ ലെറ്റ്സ് അസ്യൂം നമ്മളൊരു 35 ലക്ഷം രൂപ ആയി എന്ന് വെക്കുക, ഇൻക്ലൂഡിങ് രജിസ്ട്രേഷൻ 35 ലക്ഷം രൂപ ആയി നോക്കുക. ഈ സ്ഥലത്തിൻ്റെ വാല്യൂ 36 ആയാലും 1 ലക്ഷം രൂപ എനിക്കവിടെ പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഈ 1 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ, അതിനും ഞാൻ ടാക്സ് കൊടുക്കണം, അല്ലേ? അറ്റ് ദ സെയിം ടൈം ഈ 30 ലക്ഷത്തിനെ കൊണ്ടുപോയിട്ട് SWP ഇട്ട് കഴിഞ്ഞാൽ മാസം ഒരു 10,000 അല്ലെങ്കിൽ ലെറ്റ്സ് സേ ഒരു 5000 രൂപ അതിനകത്ത് നിന്ന് വിഡ്രോവൽ കൊടുത്തിട്ട് ഒരു SIP കൂടി ഇട്ട് കഴിഞ്ഞാൽ
10 വർഷം കൊണ്ട് പൈസ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. അതെ അതെ. ആൻഡ് ഇപ്പം ചിലപ്പം ചോദിക്കുന്നൊരു സംശയം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇതൊരു എല്ലാത്തിലും ഒരു പിന്നെ എന്താ പറയുക, തിരിച്ചൊരു കമൻ്റ് അടിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ. അത്യാവശ്യം മോശമില്ലാത്ത ലെവലിൽ നമ്മൾ ചെയ്തിട്ട് അതിനകത്തുനിന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇവിടെ വന്നിരുന്ന് പറയുന്നത്. സോ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. യൂസ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നമ്മളതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു SIP സ്റ്റാർട്ട് ചെയ്യാം. ഏത് റേഞ്ചിൽ വേണമെങ്കിലും എനിക്ക് തോന്നുന്നു ഇപ്പം 100 റുപ്പീസൊക്കെ SIP ചെയ്യാൻ പറ്റും. ഏറ്റവും മിനിമം 100 റുപ്പീസ് എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് SIP ഇൻ എ മന്ത്. 100 രൂപ മിനിമം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് SIP സ്റ്റാർട്ട് ചെയ്യാം. അത് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യാം. എസ്പെഷ്യലി ഇപ്പോഴത്തെ സമയത്ത് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യാം. കാരണം എന്താ വെച്ചാൽ മാർക്കറ്റിൻ്റെ ക്രാഷ് എന്ന് പറയുന്നത് SIP ഇൻവെസ്റ്റേഴ്സിൻ്റെ ഗോൾഡൻ പോയിൻ്റാണ്. സോ അവർക്ക് കുറഞ്ഞ പ്രൈസിന് എന്ത് കിട്ടുകയാണ്, ഈ ഒരു പിന്നെ അവർ 1500 കൊടുത്തിട്ടുണ്ടായിരുന്ന യൂണിറ്റ് ഇപ്പോൾ അവർക്ക് കിട്ടാൻ പോകുന്നത് മേ ബി 750-800 രൂപയൊക്കെ കിട്ടും. സോ ഇപ്പോൾ എത്രത്തോളം ആഡ് ചെയ്യാൻ പറ്റുമോ, ഞാൻ പറയാം ലെറ്റ്സ് സേ മന്ത്ലി 25,000 SIP ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ × 3 ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 75,000 എപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, കാരണം അത്രയും യൂണിറ്റ് നമുക്ക് കൂടുതൽ കിട്ടുകയാണ്. സോ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അത് ഈച്ച് ആൻഡ് എവറി ഡേ ഉണ്ട്. ഇതിപ്പോൾ ഒരു മാർക്കറ്റ് ക്രാഷ് ആയതുകൊണ്ട് മാത്രമല്ല പറഞ്ഞത്. ഇപ്പോൾ ഈ NSEയിൽ ട്രേഡ് ചെയ്യുന്ന 2500 സ്റ്റോക്കിൽ ഏതെങ്കിലും 10-20 സ്റ്റോക്ക് ഏറ്റവും ബോട്ടത്തിലുണ്ടാവും. 24 വീക്കിൽ ഒന്ന് ചുമ്മാ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി, കിട്ടും. അതിനകത്ത് നിന്ന് നമ്മളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് വാങ്ങിയിട്ടാൽ മതി. അതിൻ്റെ ജസ്റ്റ് ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും, ബേസിക് ഐഡിയ കിട്ടും. അത് വെച്ചിട്ട് അല്ലെങ്കിൽ അത് ഈ ബേസിക് ഐഡിയ ഉണ്ടാക്കിയെടുക്കാനുള്ള പരിപാടികളെല്ലാം തന്നെ ഫ്രീ ഓഫ് കോസ്റ്റ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. ബട്ട് നമ്മളുടെ എന്ന് പറയുമ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇത് ചെയ്യാത്ത ആളുകളുടെയൊക്കെ യൂട്യൂബ് തുറന്ന് നോക്കുമ്പോൾ തന്നെ മേ ബി കാണുന്നത് വേറെ പിന്നെ ലൈക്ക് ഒരു ആവശ്യവുമില്ലാതെ സമയം കളയുന്ന ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. Investments in securities markets are subject to market risks. Read all the related documents carefully before investing.